ഹലോ, അസ്സാം വലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് നിൽക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെടികളും പച്ചക്കറികളൊക്കെ ഇതുപോലെ കൊല്ല കുത്തി പൂക്കളും കായ്കളൊക്കെ തിങ്ങി നിറഞ്ഞു വരാനായിട്ടുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കൊല്ല കുത്തി മുളകും പച്ചക്കറികളും അതുപോലെ വെണ്ട വഴുതനയോ പൂച്ചെടികളോ പൂക്കളില്ലാത്ത ചെടികൾ ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മുടെ കിച്ചൺ വേസ്റ്റ് നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിന് നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുത്ത് വെക്കാൻ സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോളൊന്നും ഇല്ലാത്ത നല്ലൊരു കവർ എടുത്തിട്ട് അതിൽ നമുക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റുകളൊക്കെ കെട്ടിയിട്ട് കൂട്ടി വെക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നീട് ഇതാ ഇതുപോലൊരു കുപ്പി എടുത്തിട്ട് നമുക്ക് നല്ല അടപ്പുള്ളൊരു കുപ്പി എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ ഇതുപോലെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ നമ്മുടെ പച്ചവെള്ളം നോർമൽ വാട്ടർ മാത്രം അതിലൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാവിധ പച്ചക്കറി വേസ്റ്റുകളും നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് തൊലി, പച്ചക്കറീൻ്റെ തൊലികൾ, ഉള്ളിത്തൊലികൾ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കത് പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു കുപ്പിയിൽ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കത് നല്ലൊരു വളമായിട്ട് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ വീണ്ടും ഉള്ള വെജിറ്റബിളിൻ്റെ തൊലികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്നും കൂടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു കുപ്പി ടൈറ്റായിട്ട് അടച്ച് വെക്കുക. യാതൊരു സ്മെല്ലും നമ്മുടെ പരിസരത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇത് എത്രത്തോളം പഴക്കം കൂടുന്നു അത്രയും അതിന് ബാഡ് സ്മെല്ല് കുറയുകയും അതുപോലെ തന്നെ അതിൻ്റെ ഗുണം ഇരട്ടിയായിട്ട് കൂടി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആർക്കും തന്നെ ഇതുപോലെ ചെറിയ കുപ്പി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചൺ വേസ്റ്റ് സ്ലറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാ ഇനി നമുക്ക് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ഇതൊന്ന് ഒഴിക്കുന്നത് എങ്ങനെയൊന്നും കൂടി കണ്ടു നോക്കാം. അപ്പോൾ അതാ ഞാനിതായി ഉണ്ടാക്കി വെച്ച സ്ലറി ഇതിൽ നിന്ന് എടുത്തിട്ട് അല്പം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു 10 ഇരട്ടിയിലധികം വെള്ളം അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അളവ് കൂടി ഡയലൂട്ട് ചെയ്യുന്നത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടി വളരുന്നതിന് പകരം അത് കരിഞ്ഞു പോകാൻ ഇടയാകും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. എത്ര നമ്മൾ ഡയലൂട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ഡയലൂട്ട് ചെയ്ത് നേർപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇതുപോലുള്ള അഗ്ലോണിമ ചെടികളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് തിക്കി നിറഞ്ഞുണ്ടാവും കേട്ടോ. ചെടികളൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി ചെടികൾ, പൂച്ചെടികൾ, ഇങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന യാതൊരു ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളപ്രയോഗമാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു പച്ചമുളക് ചെടിക്കൊക്കെ ഞാനിത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കൊല കുത്തി കായയും പിടിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള എല്ലാ ചെടികൾക്കും ഇത് എൻ്റെ വയലറ്റ് മുളകാണ്. അപ്പോൾ ഇത് എൻ്റെ നശിച്ചു പോകാറായ ഒരു മുളക് ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും റീപോർട്ട് ചെയ്തൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ കറ്റാർ വായ, അതിനൊക്കെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള സ്ലറിയും അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ നല്ല രീതിയിൽ ഉപകരിക്കുന്നതാണ്. ഇനി ഇതാ നമ്മുടെ കായ്ക്കാറായിട്ടുള്ള ഒരു ഉറുമാമ്പഴത്തിൻ്റെ അനാറിൻ്റെ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഇത് നല്ല രീതിയിൽ കൊലകുത്തി പൂക്കളും കായ്കളൊക്കെ തിങ്ങി നിറഞ്ഞു വരാൻ ഇത് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.